ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴുള്ള മിക്ക കുടുംബങ്ങളിലും ഒരു മകനോ ഒരു മകളോ ഉണ്ടായിരിക്കുള്ളൂ. അണുകുടുംബങ്ങളാണ്. മുൻകാലത്തെ പോലെ ഒത്തിരി കുട്ടികളൊന്നും വീടുകളിലില്ല. പെൺകുട്ടിയാണെങ്കിൽ അതിന് 10-20 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചു വിടും. ആൺകുട്ടിയാണെങ്കിൽ അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവരും വിവാഹപ്രായമാകുമ്പോൾ. അപ്പോൾ അവൻ അതുവരെയും ജീവിച്ച് വളർന്ന വീട്ടിൽ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. അവനങ്ങനെ ചെയ്തു പോന്നു. എന്നാൽ വിവാഹം കഴിച്ച് മരുമകളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു 6 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ പറയും, ഞങ്ങൾക്ക് വേറെ പോകണം, ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവൻ വിവാഹം കഴിക്കുന്നതോടും വരെ അവിടെ ജീവിക്കാൻ പറ്റുമായിരുന്നു. വിവാഹം കഴിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റാതായി. അപ്പോൾ പ്രശ്നം എവിടെയാണ്? അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും, അത് വന്ന മരുമകളുടെ കുഴപ്പം കൊണ്ടാണല്ലോ. അതുവരെ അവനോട് ജീവിച്ചല്ലേ, ഇപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പോൾ അവൻ്റെ സ്വഭാവം തിരിഞ്ഞു. അവൻ്റെ സ്വഭാവം തലതിരിച്ചതാക്കിയത് ഈ വന്ന മകളാണ്, വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണാണ് എന്ന് ഈ ചെറുക്കൻ്റെ അപ്പനും അമ്മയും പറയും. എന്നാൽ ഇതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഗതി, വിവാഹം കഴിക്കുന്നതോടും വരെയും തൻ്റെ മകൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ അമ്മയുണ്ടായിരുന്നു. അവന് ഭക്ഷണം വിളമ്പി കൊടുക്കും, അവൻ്റെ ഡ്രസ്സ് അലക്കി കൊടുക്കും, അവൻ രാവിലെ ചായ കൊടുക്കും, അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേഷൻ അമ്മയായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ വിവാഹം കഴിച്ചു വന്നു കഴിഞ്ഞപ്പം വിവാഹത്തിന് ശേഷം ഇവർ മിക്കവാറും ഇവർ തന്നെ മാറി നിന്ന് സംസാരിക്കുന്ന അമ്മയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു. അപ്പോൾ അമ്മ വിചാരിക്കുക ഈ മകൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റത്തിന് കാരണം ഈ വന്ന മരുമകളാണ്, അപ്പോൾ വില്ലത്തി അവളാണെന്ന് ചിന്തിക്കും. അമ്മ തിരിച്ചറിയേണ്ട കാര്യം ഞാൻ പറയാം. വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനും ഒന്നായിത്തീരും എന്നാണ് പറയുന്നത്. അവർ ഒരേ ഐക്യത്തിൽ ആയിത്തീരും. അപ്പനും അമ്മയും വിട്ടു പിരിയും എന്നും ബൈബിളിൽ വചനമുണ്ട്. അപ്പോൾ അപ്പനും അമ്മയോടുള്ള സ്നേഹത്തിൽ കുറവ് വരും, ഭാര്യയോടുള്ള സ്നേഹമായിരിക്കും കൂടുതൽ. അതാണല്ലോ ഏറ്റവും ദൃഢമായ ബന്ധം. അത് അങ്ങനെ സ്വാഭാവികമാണ്. അതിനകത്ത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇങ്ങനൊരു യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് ഈ അമ്മ തിരിച്ചറിയണം. ഒന്ന്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ചിലപ്പോൾ ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു നീരസമോ ഒരു വഴക്ക് പറയലോ ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ പണി കാര്യങ്ങളിലോ അടുക്കള കാര്യങ്ങളിലൊക്കെ ചിലപ്പം അമ്മായിയമ്മയായിട്ടുള്ള അമ്മ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഈ മരുമകളോട് പറഞ്ഞു തന്നിരിക്കും. മരുമകൾക്ക് അത് വലിയ പ്രശ്നമായിരിക്കും ഒരു പക്ഷെ. എന്നാൽ ഈ മരുമകളൊന്ന് ചിന്തിച്ച് നോക്കുക. അവൾ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് സ്വന്തം അമ്മ എത്രയോ പ്രാവശ്യം വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അടികൾ കിട്ടിയിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ അങ്ങനെ ഇരുന്നിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളങ്ങനെ ഇതുണ്ടോ? അമ്മയുടെ ആ വഴക്ക് പറച്ചിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിച്ചു കളയും അല്ലേ? അതല്ലെങ്കിൽ അപ്പം നിങ്ങൾക്ക് അതിൽ അവിടെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്നാ സംഭവിക്കുന്നത്? സ്വന്തം അമ്മയോട് നമ്മളുടെ സ്നേഹം ഇവിടെ അമ്മായിയമ്മോട് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ കാരണം? അതുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, അമ്മായിയമ്മ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ അമ്മായിയമ്മ ഈ മരുമകളിൽ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നുള്ള കുറ്റം എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങളുടെ സ്വന്തം മകള് ആണെങ്കിലേ, സ്വന്തം മകളുണ്ടല്ലോ, ആ മകൾ ഒരു പക്ഷേ എന്തെങ്കിലും കാര്യത്തിന് ചിലപ്പോൾ പാത്രം കഴുകാതെ ഇട്ടിട്ട് പോവോ, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അമ്മ പറയുന്നത് കേൾക്കാതെ വരികയോ ചെയ്യുമ്പോൾ അതിങ്ങനെ നീരസപ്പെട്ടിട്ട് അവരെ ചിലപ്പോൾ അവർ വഴക്ക് പറയുകയോ ഇല്ലായിരിക്കും. മക്കളല്ലേ പോട്ടെ, അങ്ങനെ ചിന്തിക്കുക. എന്നാൽ പിന്നെ ഈ മരുമകളുടെ അടുത്ത് അങ്ങനെ കാണിച്ചാനാ? അപ്പോൾ ഈ മരുമകൾ അമ്മായിയമ്മ എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുകയാണ് ഈ രണ്ടുപേർക്കും. അതുകൊണ്ടാണ് അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്തത്. അപ്പോൾ അത് മറന്നിട്ട് സ്വന്തം അമ്മ എന്ന പോലെ കാണുകയാണെങ്കിൽ പ്രശ്നമുണ്ടോ? സ്വന്തം അമ്മയായിട്ട് മരുമകൾ അമ്മയെ കാണുന്നു. അമ്മായിയമ്മ ഇതെൻ്റെ സ്വന്തം മോളാണ്, എൻ്റെ സ്വന്തം മോളാണെങ്കിൽ അവർക്കുള്ള തെറ്റുകളും കുറവുകളും ഒക്കെ നമ്മൾ ക്ഷമിക്കുകയല്ലേ? അങ്ങനെ ക്ഷമിച്ചുകൂടെ? അല്ലെങ്കിൽ ആ വിധത്തിൽ നിന്ന് ചിന്തിച്ചുകൂടെ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രശ്നങ്ങൾ കുറവായിരിക്കും. പിന്നെ ഇതിന് വളരെ കോൺസിക്വൻസ് ഉണ്ട്. അതായത് ഒരു 6 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടുന്ന് അവർ വേർവിട്ട് പോകുന്നൊരു സാഹചര്യം ഈ കുടുംബത്തെ സംബന്ധിച്ച്, അപ്പനമ്മയെ സംബന്ധിച്ചൊക്കെ നാണക്കേടുണ്ടാക്കുന്ന സംഗതിയാണ്. എന്തൊക്കെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇവർ വേറെ പോകുന്നതെന്നൊക്കെയുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ടും നാട്ടുകാരൊക്കെ പറയും. അപ്പോൾ
അതൊരു ശരി തന്നെയാണ്, അങ്ങനെ ആളുകൾ പറയും. പിന്നെ അവരതിന് പല വിധത്തിലുള്ള നുണകൾ പറയേണ്ടി വരും. ജോലി സംബന്ധമായിട്ട് പോയെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് ഒക്കെ കണ്ടുവരും. ഇവിടെ അങ്ങനെ ചില ആൾക്ക് ജോലി സംബന്ധമായിട്ട് പോകേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനിപ്പോൾ നമ്മൾ ആ വിധത്തിൽ കാണേണ്ടതില്ല. ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടായിട്ട് മാത്രമാണ് എല്ലാ കുടുംബങ്ങളിൽ നിന്നും മക്കൾ വേറെ പോകുന്നതെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ വേറെ പോട്ടെ, പോകുന്നത് നല്ലതാണ് അല്ലേ? കാരണം അവർ സെപ്പറേറ്റ് ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ വരും. അല്ലെങ്കിൽ അപ്പോഴും അപ്പനും അമ്മയെ ആശ്രയിക്കേണ്ടി വരും. പഴയതുപോലെ വിവാഹത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു. അങ്ങനെ പോയിരുന്നെങ്കിൽ അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കില്ല, സ്വന്തം ജീവിതത്തിലേക്ക് കിടക്കാൻ പഠിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധിവരെയും കോഴി കുഞ്ഞുങ്ങളെ കുത്തിപ്പിരിക്കുന്നതിനാ എന്ന് പറഞ്ഞ പോലെ സ്വന്തം കാലിൽ നിൽക്കാനും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കാനും ഒക്കെ അവന് പരിശീലനം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒന്നിച്ചു ചെന്നാൽ പറ്റത്തില്ല. അതങ്ങനെ വേറെ പോകേണ്ടത് സ്വാഭാവികമാണ്. എന്നാൽ ഒന്നിച്ച് പോകണമെങ്കിൽ എന്ത് തിരിച്ചറിയണം? അപ്പനും അമ്മയും ഇവർ സെപ്പറേറ്റ് ആയിട്ട് കുടുംബമാണ് എന്നുള്ള യാഥാർത്ഥ്യം എപ്പോഴും മനസ്സിൽ പിടിക്കുക. പിന്നീട് അവരെ ഉപദേശിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നടക്കുമ്പോൾ അത് ശരിയാകുകയില്ല. അതവർ വേറൊരു കുടുംബമല്ലേ. ആ ഒരു യാഥാർത്ഥ്യം അപ്പനമ്മ എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല? അത് ഉൾക്കൊള്ളണം. അത് ശരിയല്ലേ? എന്നാൽ മക്കൾ കഴിയുന്നിടത്തോളം എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? യോജിച്ച് പോകാൻ ശ്രമിക്കുകയും ചെയ്യണം ആവശ്യമുണ്ട്. ഈ അപ്പനും അമ്മയും കെയർ ചെയ്യണ്ടേ? അത് നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയാണല്ലോ. അപ്പോൾ ആ സ്ഥിതിക്ക് യോജിച്ച് പോകാൻ ശ്രമിക്കുക. ഇനി എല്ലാ സാഹചര്യങ്ങളും അങ്ങനെ കിട്ടുന്നിരിക്കുകയല്ലോ, അങ്ങനെ വന്നിരിക്കലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ മറ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ അവർക്ക് ഒന്നിച്ച് പോകാൻ പറ്റാത്ത പ്രയാസമുണ്ട്. ഇപ്പോൾ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ കുട്ടികളുടെ സ്കൂളിലെ വിദ്യാഭ്യാസവും ബന്ധപ്പെട്ടൊക്കെ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ അപ്രായോഗികമായിരിക്കും. കുട്ടിയെ സ്കൂളിൽ വിടാൻ, നല്ലൊരു സ്കൂളിൽ വിടാനൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവിടെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അവിടെ പോകും. അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നാട്ടുകാരുടെ വിലയിരുത്തൽ, നാട്ടുകാർ എന്ത് കണ്ടാലും അങ്ങനെ വിലയിരുത്തുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു പഴമൊഴി വരുന്നുണ്ടല്ലോ, അമ്മയെ തല്ലിയാൽ തന്നെ രണ്ട് പക്ഷമുണ്ടെന്ന് എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം ആളുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നോക്കണ്ട. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പൊരുത്തപ്പെടുത്തൽ വരുത്താൻ കഴിയുമോ എന്ന് ചിന്തിച്ചിട്ട് കഴിവതും യോജിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ യോജിച്ച് പോയിട്ട് ആണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകം എന്ന് പറയുമ്പോൾ മരുമകൾ അമ്മേനെ സ്വന്തം അമ്മയെ പോലെ കാണുക. സ്വന്തം അമ്മ വഴക്ക് പറഞ്ഞാൽ എനിക്കത് വലിയ ഫീൽ ചെയ്യാറില്ലല്ലോ എന്നവർ ചിന്തിക്കുക. അതാണ് സംഗതി. ഈ അമ്മായിയമ്മ കാണുന്നത് മരുമകളിൽ കാണുന്ന എന്തെങ്കിലും വിധത്തിലുള്ള കുറവുകളോ ന്യൂനതകളോ എൻ്റെ സ്വന്തം മകളായിരുന്നെങ്കിൽ ഞാൻ അതിനേക്ക് അവഗണിച്ച് വിട്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്, അല്ലേ? അപ്പോൾ ഇത് മരുമകളാണെന്ന് വിചാരിച്ച് ഞാൻ അതിനെ പൊക്കി പിടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഈ അമ്മായിയമ്മയ്ക്കും ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വലിയൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.